അബുദാബി മലയാളി സമാജം കേരളോത്സവം സംഘടിപ്പിച്ചു. 2 ദിവസം നീളുന്ന പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സമാജം കേരളോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ത്യൻ സ്ഥാനപതി TP സീതാറാമും ജെമിനി ബിൽഡിംഗ് മെറ്റീരിയൽസ് MD ഗണേഷ് ബാബുവും നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. സമാജം പ്രസിഡന്റ് മനോജ് പുഷ്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദീപ സീതാറാം, UAE എക്സ്ചേഞ്ച് CEO സുധീർ കുമാർ ഷെട്ടി, അഹല്യ എക്സ്ചേഞ്ച് മാനേജർ VS തമ്പി തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സമാജം അങ്കണത്തിൽ മികച്ച രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് കേരളോത്സവത്തിനായി ഒരുക്കിയത്. അബുദാബി മലയാളി സമാജത്തിന്റെ 1 വർഷത്തെ പ്രവർത്തന ഫണ്ട് പ്രധാനമായും കണ്ടെത്തുന്നത് കേരളോത്സവത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നുമാണ്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ കേരളോത്സവം തനിക്ക് മറക്കാനാകാത്ത അനുഭവമാണ് സമ്മാനിച്ചതെന്ന് ഇന്ത്യൻ സ്ഥാനപതി TP സീതാറാം പറഞ്ഞു. ഇത്രയും മലയാളികളുടെ കൂടെ ഇങ്ങനൊരു കേരളോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇങ്ങനൊരു സ്വീകരണം എന്നുള്ളൊരു പരിപാടി കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് വരാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായത്. കേരളത്തിലെ ഒരു ഉത്സവപ്പറമ്പിനെ ഓർമ്മപ്പെടുത്തും വിധം തനി നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന 20ഓളം തട്ടുകടകളാണ് സന്ദർശകരുടെ ശ്രദ്ധ ആകർഷിച്ചത്. അബുദാബിയിലെ വിവിധ സംഘടനകളും ഭക്ഷണശാലകളും ചേർന്നൊരുക്കിയ തട്ടുകടകളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിലെ തനത് രുചിക്കൂട്ടുകൾ ഒരുക്കിയിരുന്നു. തിരുവിതാംകൂർ തട്ടുദോശയും മധ്യ തിരുവിതാംകൂർ പാലപ്പവും താറാവ് കറിയും മലബാർ ദം ബിരിയാണിയും പത്തിരിയുമെല്ലാം ഇവിടുത്തെ സ്റ്റാളുകളിൽ ഒരുക്കിയിരുന്നു. ഒത്തിരി വിഭവങ്ങൾ, പിന്നെ നമ്മുടെ പ്രാതലിന് ഉപയോഗിക്കുന്ന എല്ലാത്തരം അപ്പങ്ങളും നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു കഴിഞ്ഞു. കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച സംഗീത നൃത്ത പരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ചെറുതും വലുതുമായ നിരവധി സമ്മാനങ്ങളും വിജയികൾക്കായി ഒരുക്കിയിരുന്നു. സമീർ കല്ലറ, NTV, അബുദാബി.